ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൽ നമ്മുടെ സുധീഷിൻ്റെ നിധിയുടെയും പുതിയ വിശേഷത്തെ കേട്ടാലോ. അങ്ങനെ നമ്മുടെ സുഭാഷിൻ്റെ കല്യാണം നടത്താൻ നോക്കിയിട്ട് നടന്നില്ല. അതെന്തായാലും ദൈവം ഇതനുസരിച്ചിട്ട് അത് നടക്കാൻ ഒരു യോഗ ഇല്ലാത്ത ഇതിൽ സുഭാഷ് മനസ്സിൽ തൃപ്തിപ്പെടുത്തുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമൊക്കെ ആവുകയാണ്. ആയി കഴിഞ്ഞ് സുഭാഷ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സുധീഷിൻ്റെ ട്രാവൽ ഏജൻസി പൊളിയുന്ന രംഗം നമ്മൾ കണ്ടായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ. അങ്ങനെ അവസാനം സുധീഷ് നിധി മാത്രമായിട്ട് തുണി വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെന്നിട്ട് കുറേ കാര്യങ്ങൾ പറയണം. അത് നിധി എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടാത്തത് കൊണ്ടാണ് പറയാത്തത്. അപ്പം നിധി പറയുന്നുണ്ട്, എത്രയോ അവസരങ്ങൾ സുധീഷിന് കിട്ടിയതാണ്, സുധീഷിന് മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്, ബാക്കി മൂന്നൂര് ഇങ്ങനെ അല്ലല്ലോ, താൻ എന്താ ഇങ്ങനെ പെരുങ്കള്ളനായി പോയത്, എങ്ങനെ ഇത് കഴിയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നിധി പറയുന്നുണ്ട്, അതെ ഇനി അടുത്തൊരു ന്യായവും കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട, എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന പോലും എനിക്കിഷ്ടമല്ല, ഇനി ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ മിണ്ടിയാലും ഞാൻ നിങ്ങളുടെ അടുത്ത് മിണ്ടാൻ പോലും കൂട്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ സുധീഷിനോട് കാണിക്കണേ. പക്ഷേ സുധീഷ് അന്നേരം ഒരു കാര്യം പറഞ്ഞു, എടോ അതിനുള്ളൊരു അവസരം തരാൻ താൻ എന്നെ ഒരു ഫ്രണ്ടായിട്ട് പോലും താൻ കണ്ടിട്ടില്ല. ഹരീഷും നിതീഷും തൻ്റെ സ്വന്തം അനിയന്മാരെ പോലെ, സുഭാഷ് ഏട്ടനാണെങ്കിൽ ഒരുപാട് ഇഷ്ടം ഏട്ടനെ പോലെ, അച്ഛനോട് പോലും താൻ മര്യാദയ്ക്ക് സംസാരിക്കും, താൻ എന്നോട് എപ്പോഴെങ്കിലും എൻ്റേതായ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ പോലും താൻ എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ടോ, പിന്നെ ഞാൻ എങ്ങനെ എപ്പോഴാണ് തൻ്റെ അടുത്ത് ഇതൊക്കെ തുറന്നു പറയേണ്ടതെന്ന് ഇച്ചിരി ഇമോഷനായിട്ട് തന്നെ സുധീഷ് നിധിയോട് ചോദിക്കുകയാണേ. അപ്പം നിധി പറഞ്ഞു, അടുത്ത ന്യായമായിട്ട് വന്നിട്ടുണ്ട്, അതെ ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിട്ടേക്കാവോ, എനിക്ക് നിങ്ങളുടെ ഈ കള്ളത്തരങ്ങൾ കേട്ട് എനിക്ക് വെറുപ്പാണ്, എനിക്കിപ്പോൾ ഈ വീട്ടിൽ നിങ്ങളോടത്ത് മിണ്ടണ കൂടി എനിക്ക് ഇഷ്ടമല്ല സുധീഷ്, പ്ലീസ് എന്നെ ഒന്ന് വിടെന്ന് പറഞ്ഞിട്ട് നിധി അവിടെ തുണി ബാക്കി വിരിക്കാണ്ട് തന്നെ നിധി കയറി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷിനാകെ ഭയങ്കര വിഷമമാവേണേ. കാര്യം എന്തായാലും അങ്ങനെ ആൾ വെറും പാവമാണ്, പക്ഷേ എങ്കിലും പുള്ളിയുടെ ക്യാരക്ടർ ആ ഒരു രീതിയിലായിപ്പോയി. കുഞ്ഞുനാൾ മുതലേ വളർന്ന സാഹചര്യങ്ങൾ കൊണ്ടാണോ, പക്ഷേ നിധിക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്താണെന്നറിയില്ല, നിധിക്ക് ഇത്രയും സഹായങ്ങളൊക്കെ തുടക്കം തൊട്ട് ചെയ്തു കൊടുത്തത് സുധീഷാണ്, പക്ഷെ ആ ഒരു പരിഗണന നിധി കാണിക്കാറില്ല പലപ്പോഴും. കാര്യം ചിലപ്പോൾ ഈ ഒരു കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ടാകാം നിധിക്ക് അങ്ങനെ സുധീഷിനോട് ആ ഒരു അറ്റാച്ച്മെൻറ്റ് വരാത്തത്. പക്ഷേ പാവട്ടോ, ഒരുപാട് കാര്യങ്ങൾ നിധിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കാണിക്കുന്നുണ്ട്, കുറച്ചുകൂടെ അയപ്പ് രീതികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ വടക്കിട്ട് നിധി കയറി പോവുകയാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരീഷും സുഭാഷും കൂടെ റോഡിലൂടെ നടന്നു വരികയാണ്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നിധി എന്തായാലും സുഭാഷുമായിട്ട് ഇന്നലെയായിട്ട് ഒരുപാട് വഴക്കിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും അവർ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് പോകുന്നു എനിക്ക് തോന്നുന്നില്ല, ഈ പുള്ളിയുടെ ഈ സ്വഭാവം, അതായത് സുധീഷിൻ്റെ ഈ ഒരു സ്വഭാവം വെച്ചിട്ട് അതിന് ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മുടെ സുഭാഷ് പറയും, അല്ലടാ ഹരീഷ്, നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട, അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതൊക്കെ തന്നെ. പക്ഷേ ഏട്ടത്തി അവരുടേതായിട്ടുള്ള ഒരു ജീവിതം, അവർക്കുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളല്ലോ, ഒരിക്കലും നമ്മുടെ ചേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം സുഭാഷ് ഏട്ടനാണെങ്കിലും സ്വന്തം അനിയൻ്റെ കാര്യം പറഞ്ഞ് ഏട്ടത്തിയുടെ സ്വപ്നങ്ങളെ തഴഞ്ഞു കളയരുത് എന്നുള്ള രീതിയിലൊക്കെ ഹരീഷ് സംസാരിക്കുകയാണ്. എന്തായാലും അവർ ഒരുമിച്ച് ജീവിക്കട്ടെ, സുധീഷിൻ്റെ സ്വഭാവമൊക്കെ മാറി അവൻ്റെ ഈ കള്ളത്തരം പറച്ചിലൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിധിക്ക് സുധീഷിനോട് ആ ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ വന്ന് ചിലപ്പോൾ അവർ ഒരുമിച്ച് ജീവിച്ചാലോ എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു വരികയാണേ. അപ്പോൾ റോഡിലൂടെ ഇവർ നടന്നാണ് ഇങ്ങനെ വരുന്നത്, ആരൊക്കെ, സുഭാഷും ഹരീഷും കൂടെ. ആ സമയത്ത് ഒരു കാറ് വന്നിട്ട് അവരോട് ചേർത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ഒരു വീട് അഡ്രസ്സൊക്കെ ചോദിക്കുകയാണ്. ഈ ചോദിക്കുന്ന വീട് ആരെയാണ് നമ്മുടെ സുനന്ദയുടെ വീടാണ് ചോദിക്കുന്നത്. അതായത് സുനന്ദയ്ക്ക് കല്യാണാലോചനയും വന്ന പയ്യൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ ഏതോ ഒരു റിലേറ്റീവ് പെൺകുട്ടിയെക്കുറിച്ച് നിശ്ചയത്തിൻ്റെ ഡേറ്റൊക്കെ കുറിച്ചു എങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഒരു അന്വേഷണം പോലെ പെൺകുട്ടിയുടെ സ്വഭാവമൊക്കെ എങ്ങനെയാണ് എന്നുള്ള ആളിന്. അപ്പം നടേശൻ എന്ന് പറഞ്ഞ ആളറിയാമെന്ന് നോക്കുമ്പോൾ ഹരീഷ് പറയും ഞങ്ങൾക്കറിയില്ല എന്ന് പറയും. അപ്പം നമ്മുടെ സുഭാഷിന് മനസ്സിലായി ആളാരാണെന്ന്. അപ്പോൾ പറയും ഇല്ല അറിയാം എന്ന് പറയുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് ആൾ പയ്യൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു കല്യാണം ആലോചിച്ചിട്ടുണ്ട്, നിശ്ചയമൊക്കെ ഞങ്ങൾ കുറിച്ചൊക്കെയാണ്, അപ്പോൾ അവിടെയുള്ള പെൺകുട്ടിയെക്കുറിച്ച് തിരക്കാൻ വന്നതെന്ന് പറയുമ്പോൾ സുഭാഷ് വളരെ നല്ല കുടുംബമാണ്, പെൺകുട്ടിയാണെങ്കിലും അവളും പഠിക്കാനും സ്വഭാവം കൊണ്ടും ഒക്കെ മിടുക്കിയാണ്, നല്ല വീട്ടുകാരൊക്കെ തന്നെയാണ്, അവളുടെ അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ആ പയ്യൻ്റെ റിലേറ്റീവ് പറയും
പറയും ആ പയ്യൻ്റെ അതേ കമ്പനിയിൽ തന്നെയാണ് നടേശൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അച്ഛനും വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളൊന്ന് തിരക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സുഭാഷ് നല്ല അഭിപ്രായം പറഞ്ഞ് വിടുകയാണ്. എന്നിട്ടങ്ങ് പോവാണ്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് ഹരീഷ് സുഭാഷിൻ്റെ അടുത്ത് ഒച്ചയെടുക്കും, എന്തിനാ ചേട്ടാ അവരെക്കുറിച്ച് നല്ലത് ഇത്രയും പറയാൻ, അതും ആ തള്ളയെക്കുറിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഭാഷ് പറയും, നമ്മൾ കാരണം ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങരുത് ഹരീഷ് എന്നും പറയും. അത് കഴിഞ്ഞിട്ട് ഈ പയ്യൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾ നേരെ ജംഗ്ഷൻ ഒരു ചായക്കടയുടെ അടുത്തോട്ട് പോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഇരിക്കുന്നത് നമ്മുടെ ഭാസ്കരനാണ്. ഭാസ്കരൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ അവിടെ നിർത്തിയിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങുകയാണ്. ഒരു ചായ എന്ന് പറയും. എന്നിട്ട് ഭാസ്കരൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇയാൾ ചിരിക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുക, എന്നെ അറിയാവോ, ചിരിക്കുന്നുണ്ട് ചോദിച്ചതാ. ഇല്ല വെറുതെ ചിരിച്ചാന്ന് പറയും. ഞാൻ അപ്പോൾ ചോദിക്കുക, ഈ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ, എവിടെ നിന്നാന്ന് ഭാസ്കരൻ ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഞാൻ ഒരു പെൺകുട്ടിയെക്കുറിച്ച് തിരക്കാൻ വേണ്ടി വന്നതാണ്, ഞങ്ങളിങ്ങനെ നിശ്ചയമൊക്കെ ഡേറ്റ് കുറിച്ചു, നിങ്ങളുടെ നാട്ടിൽ നിന്നാണ്. അതേത് ആരാളെന്നൊക്കെ ഭാസ്കരൻ ചോദിക്കുമ്പോൾ അയാളിങ്ങനെ ഡീറ്റെയിൽ പറയണം, ഇങ്ങനെ നടേശൻ എന്ന് പറഞ്ഞ ആൾ. അപ്പം കാരണം ഭാസ്കരൻ ഒരൊറ്റ ചിരിക്കുകയാണ് കേട്ടോ. ഭാസ്കരൻ്റെ സ്വന്തം അളിയനാണല്ലോ. അപ്പോൾ പിന്നെ ഭാസ്കരൻ എന്ത് പറയണമെന്ന് അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഭാസ്കരൻ പറയും, ഇത് നമുക്കറിയാവുന്ന ആളാണല്ലോ, നിങ്ങൾ വന്നു പെട്ടത് എൻ്റെ അടുത്തായത് എന്തുകൊണ്ട് നന്നായി. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോണ ഈ കുടുംബം ഉണ്ടല്ലോ അത്ര നല്ല കുടുംബമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് കുറേ അവരെ ഉള്ള കാര്യങ്ങൾ മൊത്തം പറയുകയാണ്. ഭാസ്കരനുള്ള ദേഷ്യം മൊത്തം, അതായത് പെങ്കൊച്ച് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ തള്ള തലയ്ക്ക് ചുറ്റും 16 നാക്കും വെച്ച് നടക്കുന്ന തള്ളയാണ്. പിന്നെ ആ തന്ത നടേശൻ എന്ന് പറഞ്ഞപ്പോൾ പണ്ട് ജയിലിൽ കിടന്നതാണ്, ഇപ്പോൾ എവിടെ ഗൾഫിലെന്നൊക്കെ പറയണു, നമുക്കറിയില്ല. പിന്നെ ഈ പെങ്കൊച്ചിൻ്റെ ഒരു അമ്മാവനുണ്ട്, അവളുടെ തള്ളയുടെ ആങ്ങളെയാണ്, അതാണെങ്കിൽ ഭൂലോക തെണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ ഇങ്ങനെ അടിച്ചു വിടണം. അയാൾ ആകെ അന്തം വിടണം. അപ്പോൾ പറഞ്ഞു, ഞാൻ 2-3 പേരെടുത്ത് ചോദിച്ചപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് ഈ പയ്യൻ്റെ റിലേറ്റീവ് പറയണേ. ഭാസ്കരൻ പറയും, അത് അറിഞ്ഞൂടാ തന്നെ, എൻ്റെ ഒരു അകന്ന ബന്ധുവായി ഈ പറഞ്ഞ ടീം, ഞങ്ങളുടെ വീടിനോട് അടുത്തുള്ള വീടാണെന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ വീണ്ടും കുറ്റങ്ങൾ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അയാളങ്ങ് വല്ലാണ്ടായി. പിന്നെ ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഒറ്റയ്ക്ക് ആ ജംഗ്ഷൻ വഴി നടന്നു പോകുമ്പം ഈ കണ്ട ആൾ അച്ഛനുമായിട്ടിരുന്ന് സംസാരിക്കുന്ന സുഭാഷിൻ്റെ കണ്ണിൽപ്പെട്ടു. സുഭാഷ് വേഗം ചെല്ലുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഭാസ്കരൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഭാസ്കരൻ എന്തായാലും ആ കല്യാണം മുടക്കും കണക്ക് ഡയലോഗ് വിടുമെന്ന് സുഭാഷിനറിയാം. അപ്പോൾ സുഭാഷ് ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്തൊക്കെ ഈ പറഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞ് ഭാസ്കരനെ വഴക്ക് പറയണം. നീ ഒന്ന് പോടാ, അവരെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറയും. എന്നിട്ട് ആ ചായക്കടയിൽ അയാളുടെ അടുത്ത് ചോദിക്കുക, അല്ലേടാ ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന്. അപ്പോൾ അയാൾ പറയാൻ വേണ്ടി വന്നതും സുഭാഷ് തടയും, വേണ്ട ഏട്ടാന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഈ പയ്യൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആളെ മാറ്റി നിർത്തിയിട്ട് അച്ഛൻ കള്ളു കുടിച്ചുകൊണ്ട് ഓരോന്ന് പറയണതായിട്ടാ, നിങ്ങൾ എന്തുകൊണ്ട് നല്ലൊരു കുടുംബമാണ്, ഇങ്ങനെ അച്ഛനെ പോലെയുള്ള പലരും ഓരോ നാട്ടിലും ഉണ്ടാവും കല്യാണം മുടക്കാനൊക്കെ ആയിട്ട്, ചേട്ടാ അതൊന്നും കാര്യമാക്കണ്ട, എന്തുകൊണ്ട് നല്ല ആലോചനയെന്നൊക്കെ പറഞ്ഞ് സുഭാഷ് അയാളെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴും ഭാസ്കരൻ പുറകെ ഇയാളെ നടന്ന് പറയുകയാണ്, ഏടോ ഞാൻ പറഞ്ഞത് ഉള്ളതാണ്, താൻ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും തിരക്കി നോക്ക്, എൻ്റെ മോന് ഭ്രാന്ത് മൂത്തിട്ട് അവൻ പറയണതാന്നൊക്കെ പറഞ്ഞിട്ടും അയാൾ വകവയ്ക്കാണ്ട് കയറി പോകട്ടോ. എന്നിട്ട് പിന്നെ സുഭാഷും ഭാസ്കരനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, നീ എന്തിനാടാ അവരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു വിട്ടത്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നിന്നെയൊക്കെ എന്തെല്ലാം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, നിന്നെയൊക്കെ ഈ അടുത്തല്ലേടാ ജയിലിൽ കയറ്റിയത്, അവളെക്കുറിച്ചൊക്കെ നിനക്കൊക്കെ എന്താണ് ഇത്ര വലിയ ഇതെന്നും പറഞ്ഞ് ഭാസ്കർ ഉച്ചയെടുത്തിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് പറയാം, ആ ചായയുടെയും കടയിലെയും പൈസ കൊടുത്തരേന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ സുഭാഷ് ആ ചായക്കടക്കാരന് പൈസ കൊടുത്തിട്ട് വീട്ടിലോട്ട് പോകണം. എന്നിട്ട് ഈ ഭാസ്കരൻ നേരെ ഈ സുഭാഷിനെ കുറ്റവും പറഞ്ഞ് പുറത്ത് വീട്ടിലോട്ട് വരേണേ. വീട്ടിലോട്ട് വന്നു കഴിയുമ്പം നിതീഷ് അവിടെ ഇരുന്ന് നഖം വെട്ടിക്കൊണ്ടിരിക്കണം. അപ്പം നിധിയുണ്ട്. എന്നിട്ട് സുഭാഷിൻ്റെ കുറേ കുറ്റം പറയണേ, വലിയ സുഭാഷ് ചന്ദ്ര ബോസ് അല്ലേ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിധി ചെന്നിട്ട് ചോദിക്കുക, അച്ഛൻ ആരെ ഈ പറയണേ, ഇവിടുത്തെ വലിയ ഒരു മഹാനുണ്ടല്ലോ സുഭാഷ് ചന്ദ്ര ബോസ്, അവൻ്റെ കാര്യം. പിന്നെ സുനന്ദയ്ക്ക് കല്യാണം ആലോചിച്ച് വന്നവർ എൻ്റെ കയ്യിലാണ് വന്ന് ചാടിയത്. പെണ്ണിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ നല്ല പറഞ്ഞങ്ങോട്ട് വെച്ചു കൊടുത്തു. പിന്നെ ജമ്മത്ത് അവർ ഈ ഏരിയയിൽ വരില്ല, ആ രീതി പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇവിടുത്തെ മഹാൻ വന്ന് എന്നെ 4 തെറി. എന്നിട്ട് അവരെക്കുറിച്ചും അവളെ തള്ളയെക്കുറിച്ചും എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കണം, ഇത്രയും നല്ലൊരു കുടുംബമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്നാ നന്നാവാൻ പോണേ. എന്നിട്ട് കുറേ ചീത്ത പറയണേ സുഭാഷിനെ കുറിച്ച്. അപ്പോൾ എന്നിട്ട് ഭാസ്കർ അകത്ത് കയറി പോവുകയാണേ. എന്നിട്ട് നമ്മുടെ നിതീഷിൻ്റെ അടുത്ത് ചോദിക്കും, ശരിക്കും അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ്, സുഭാഷ് ഏട്ടൻ ഒന്നും മിണ്ടാതിരുന്നില്ലെങ്കിലും അവരെക്കുറിച്ച് ഇത്രയും നല്ലത് പറഞ്ഞങ്ങ് വിടാൻ ഇത്രയ്ക്ക് പാവമാണ് നമ്മുടെ സുഭാഷ് ഏട്ടനെന്ന്
ചോദിക്കും. അപ്പം നിതീഷ് പറയാം, അതങ്ങനെയാ നിധി ഏട്ടത്തി, സുഭാഷ് ഏട്ടൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടം ഉണ്ടെങ്കിലും സുനന്ദയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ കരുതിയിട്ട് സുഭാഷ് ഏട്ടൻ പറഞ്ഞതാണ്. എന്നാലും സമ്മതിക്കണം, അത് ഏതൊരാളാണെങ്കിലും ഒന്നുകിൽ മിണ്ടാണ്ട് മുഖം തിരിഞ്ഞു പോകും, അല്ലെങ്കിൽ 4 കുറ്റം പറയും. അപ്പോൾ ഭാസ്കരൻ പറയും, അതാ മോളെ ഞാൻ പറഞ്ഞപ്പോൾ അവ എന്നെ ചുരുട്ടി മടക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണു എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തി ഭാസ്കരൻ വീണ്ടും സുഭാഷിനെ തെറി പറയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സുഭാഷും സുധീഷും കൂടെ നടന്ന് വരണത് ഇവർ നമ്മുടെ സുനന്ദയുടെ വീടിൻ്റെ മുന്നിൽ കൂടെ വരണം. അപ്പം നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങളും അവിടെ അലങ്കാര പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു പണിക്കാരൻ പറയാനുണ്ട്, ഭാസ്കരൻ്റെ മക്കളല്ലേ ഏട്ടാ നോക്കിക്കൊണ്ട് നിൽക്കണേന്ന് പറയുമ്പം സുനന്ദയുടെ അച്ഛൻ പുറത്തോട്ട് നോക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, സുധീഷ് പറയുന്നുണ്ട്, ഒരു കല്ലെടുത്ത് എറിഞ്ഞു കൊടുത്താലോ ഏട്ടാ, നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് സുഭാഷ് സുധീഷിനെ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുമ്പം കാണാം ഇത് കേട്ട് നമ്മുടെ സുനന്ദ ഓടി അകത്തുനിന്ന് ജനലിൽ കൂടെ വന്നിരുന്ന് നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു സീനോട് കൂടിയാണ് കാറ്റത്തെ കിളിക്കൂടി ഇന്ന് വൈൻഡപ്പ് ആവണത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം സുനന്ദയുടെ കല്യാണം നടക്കുമോ, അതോ സുനന്ദ നമ്മുടെ സുഭാഷിന് തന്നെ സ്വന്തമാകുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാം. അങ്ങനെ നിതീഷും പറഞ്ഞതുപോലെ എവിടെയോ സുഭാഷ് ഏട്ടന് വേണ്ടി ജനിച്ച അതേ സ്വഭാവമുള്ളൊരു പെൺകുട്ടി എവിടെയോ ഉണ്ട്, എന്നായാലും നടക്കും എന്ന് പറയും. ഭാസ്കരൻ അപ്പോൾ കുറ്റപ്പെടുത്തി പറയും, ഇവൻ മൂക്കിൽ പല്ലും മുളച്ച് ഇവിടെ കുത്തിയിരിക്കുകയല്ലേ, ഇവൻ്റെ കല്യാണം നടക്കും. അപ്പം നിതീഷ് പറയുന്നുണ്ട്, അച്ഛൻ അധികം സപ്പോർട്ട് ചെയ്യണ്ട, ഞങ്ങൾ സുഭാഷിൻ്റെ കല്യാണം നടന്നോളൂ, അല്ലെങ്കിൽ ആരാ പറഞ്ഞതെന്നും പറഞ്ഞ് ഭാസ്കരൻ പിറുപിറുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോവില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.